ഡേ 4 ഓഫ് ബിക്കമിങ് എ പോളിമാത്ത്. ഈ 2 ദിവസം നമ്മളൊന്നും ചെയ്തില്ല, എല്ലാം ഉഴപ്പായിരുന്നു. ജിമ്മിൽ പോയി മാത്രമേ ഉള്ളൂ, പിന്നെ ബുക്കും വായിച്ചു. ബാക്കി എല്ലാ ദിവസവും നമ്മൾ ഉഴപ്പായിരുന്നു 2 ദിവസം. സോ ഇന്ന് നമ്മൾ പ്രൊഡക്റ്റീവ് ആകാൻ പോവുകയാണ്. ആദ്യം തന്നെയാണ് ഒരു വെബ്സൈറ്റ് കാണിച്ചത്. ടൈപ്പിങ് ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വെബ്സൈറ്റാണ് മങ്കി ടൈപ്പ് എന്ന് പറയാം. കാണിച്ചത് അതിൽ നമുക്കിങ്ങനെ ഒരു സെൻറ്റൻസ് വരും. അത് നമ്മൾ ടൈപ്പ് ചെയ്ത് നമ്മൾ ടൈപ്പിങ് കൂട്ടും. ടൈപ്പിങ് ഫാസ്റ്റ് ആവും. ടൈപ്പ് ചെയ്തപ്പോൾ കിട്ടിയാണ് 31 വേർഡ്സ് പെർ മിനിറ്റ്, 92% ആക്യുറസി ഉണ്ട്. ഗ്രാഫ് കോൺസ്റ്റൻ്റ് ആയിട്ട് അതിന് തുടക്കത്തിൽ ഇച്ചിരി പോയി, ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട്. ഡെയിലി ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ടൈപ്പിംഗ് ഫാസ്റ്റ് കൂട്ടാൻ പറ്റും. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ രാത്രി 2 മണി 3 മണി ഇരുന്ന് പിയാനോ പഠിക്കുകയാണ്. കാരണം എനിക്ക് പിയാനോ പണ്ട് പോലെ ഉള്ളതാണ്, ബട്ട് ഞാനിത് പഠിച്ചില്ല. സോ ഇന്ന് നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൈയുടെ മൂവ്മെൻറ്റ്സാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. കാരണം 2 കൈയും വേറെ ആയിട്ടാണ് പോകുന്നത്. സോ അത് രണ്ടും പ്രാക്ടീസ് ചെയ്തിട്ട് പഠിക്കാം. നെക്സ്റ്റ് നമ്മൾ ലേറ്റ് കോഡിൻ്റെ അകത്ത് സി പ്രോഗ്രാമിങ്ങിൻ്റെ പ്രോബ്ലംസ് ചെയ്യാൻ പോകണം. സോ ഇതിൻ്റെ അകത്ത് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള പ്രോബ്ലംസാണ്, സാധാ ചെറിയ പ്രോബ്ലംസ് ഒന്നും അല്ല. അതിൻ്റെ അകത്ത് സിക്ക് വേണ്ടി തന്നെ 773 ക്വസ്റ്റ്യൻ ഉണ്ട്. സോ അതിനെപ്പറ്റി നമ്മൾ യൂട്യൂബിൽ നോക്കി പഠിച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യും. ആണോ ഇതുപോലെ ക്വസ്റ്റ്യൻ ആദ്യം തന്നെ 2 സം. ഇത് ആദ്യത്തെ ഈസി ക്വസ്റ്റ്യൻസ്. സോ പക്ഷേ ഇത് തന്നെ പാടാം എനിക്ക്. സോ നമ്മളിത് യൂട്യൂബിൽ നോക്കി പഠിച്ചിട്ട് ആൻസർ ചെയ്യും. Hello friends, today we will solve leak code. അങ്ങനെ കോഡ് ചെയ്തത് ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം. ചില ടൈമിൽ നമ്മൾ സംസാരിക്കുന്നത് ക്ലിയർ അല്ലെങ്കിൽ നമ്മുടെ ഓവർ പോകും. സോ ക്ലിയർ സ്പീക്കിങ്ങിന് 3 പാർട്സ് ഉണ്ട്. ഫസ്റ്റ് വൺ പ്രൊണൗൺസിയേഷൻ. ദിസ് ഈസ് അബൌട്ട് ദ ആക്യുറസി ഓഫ് ദ വേർഡ്. ഇത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടൊരു ബെസ്റ്റ് ടെക്നിക് ഉണ്ട്, അതായത് ഷാഡോയിങ്. അത് നമ്മളൊരു നേറ്റീവ് സ്പീക്കർ സംസാരിക്കുന്നതിൻ്റെ തൊട്ട് പിറകെ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. ഇതുവഴി നമുക്ക് നമ്മുടെ പ്രൊണൗൺസിയേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ എനൗൺസിയേഷൻ. ദിസ് ഈസ് അബൌട്ട് ദ ക്ലാരിറ്റി ഓഫ് ദ സൗണ്ട്. ഇത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടാണ് ടങ് ട്വിസ്റ്റേഴ്സ് ഉള്ളത്, ലൈക്ക് സീസൾസ് ബൈ ദ സീഷോർ ഓർ ട്രൂലി റൂറൽ. ഇങ്ങനത്തെ കുറെ ടങ് ട്വിസ്റ്റേഴ്സ് ഒരു 5 എണ്ണം വെച്ച് ദിവസം പ്രാക്ടീസ് ചെയ്യാൻ മതി. നമുക്ക് നമ്മുടെ എനൗൺസിയേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ദ തേർഡ് വൺ ഈസ് ആർട്ടിക്കുലേഷൻ. ദിസ് ഈസ് അബൌട്ട് ഹൗ യുവർ മൗത്ത്, ടങ്, ലിപ്സ് മൂവ് ടു മേക്ക് എ സൗണ്ട്. ഇത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അതൊക്കെ ഉറക്കെ സംസാരിച്ചാൽ മതി. ഇതൊക്കെയാണ് ഞാൻ എൻ്റെ സ്പീക്കിംഗ് ക്ലാരിറ്റി കൂട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫോളോ ചെയ്താൽ ഇതുപോലെ വേറെ വീഡിയോ കാണാം.